പ്രിയമുള്ള വിദ്യാർത്ഥികളെ, പേഴ്സൻറ്റേജ് മെത്തേഡ് പ്രകാരം പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാണാനായിട്ട് നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഒരു ലീനിയർ ഡിമാൻഡ് കർവിലെ വിവിധ പോയിന്റിലുള്ള ഇലാസ്റ്റിസിറ്റി കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നാം നേരത്തെ പഠിച്ചിട്ടുള്ള ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന ഇക്വേഷനിൽ അല്പം മാറ്റം വരുത്തിക്കൊണ്ട്, ഒരു നേരിയ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് നമുക്ക് ലീനിയർ ഡിമാൻഡ് കർവിലെ ഓരോ പോയിന്റിലെയും ഇലാസ്റ്റിസിറ്റി കാണുന്നതിനുള്ള ഫോർമുല രൂപപ്പെടുത്താം. ഇത് പറയുന്നതിന് മുമ്പേ നിങ്ങളെ ഒന്ന് മെമ്മറൈസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരു വീഡിയോ കാണാം. Elasticity along a linear demand curve. Consider a linear demand equation. Q is equal to A minus BP. Give some values for constant parameters A and B in the above equation. For example, Q is equal to 4 minus 1P. Give different values for P to get corresponding values of Q. We get a demand schedule. We can graph the schedule. When price is 0, the demand is 4 units. When quantity is 0, price is rupees 4. These points are joined. We get a demand curve. Q is equal to 4 minus 1P. At price rupees 3, demand is 1 unit. Now the consumer is at point A on the demand curve. At price rupees 2, demand is 2 units. Consumer is at point B on the demand curve. Slope of the demand curve from point A to point B can be found delta Q divided by delta P. So the slope of the demand curve can be written as delta Q divided by delta P, which is equal to 1 divided by minus 1, that is equal to minus 1. The slope parameter in our demand equation, Q is equal to 4 minus 1P, is same as delta Q divided by delta P. So precisely we can say from our demand equation, Q is equal to A minus BP, delta Q divided by delta P is equal to minus B. വീഡിയോ ശ്രദ്ധിച്ചു കണ്ടല്ലോ. ഓക്കെ, ഒരു ലീനിയർ ഡിമാൻഡ് കർവ് ഇക്വേഷനായ Q is equal to A minus BP, Q is equal to A minus BP യുടെ സ്ലോപ്പ് ഏതായിരുന്നു? യെസ്, മൈനസ് ബി എന്തിന് തുല്യമാണെന്ന് നാം കണ്ടു? യെസ്, ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പിക്ക് തുല്യമാണെന്ന് നാം കണ്ടു. അതായത് മൈനസ് ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി, അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു മൈനസ് ബി, അല്ലെങ്കിൽ അതിൻ്റെ സ്ലോപ്പാണെന്ന് നാം വ്യക്തമായി മനസ്സിലാക്കി. നാം നേരത്തെ പഠിച്ചിട്ടുള്ള പേഴ്സൻറ്റേജ് മെത്തേഡ് പ്രകാരം നാം മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഇലാസ്റ്റിസിറ്റി കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? യെസ്, ഇ ഡി ഈസ് ഈക്വൽ ടു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു യെസ് പി ബൈ ക്യൂ അല്ലേ? ഓക്കെ, ഇവിടെ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. യെസ്, സ്ലോപ്പാണ്, മൈനസ് ബി ആണെന്ന് നമുക്ക് അറിയാം. ഇനി നാം പഠിച്ചിട്ടുള്ള ഇക്വേഷനെ രൂപം മാറ്റാനായിട്ട് പോവുകയാണ്. ഇവിടെ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പിക്ക് പകരം നമുക്ക് എന്തെഴുതാം? യെസ്, മൈനസ് ബി. അപ്പോൾ ഇ ഡി ഈസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു പി ബൈ
ക്യൂ ഇല്ലേ? യെസ്, റൈറ്റ്. ഇതിനെ നമുക്ക് മൈനസ് ബി ഇൻറ്റു പി ഈസ് ഈക്വൽ ടു മൈനസ് ബി പി ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് എഴുതാം ഇല്ലേ? ഇതാണ് നമ്മുടെ ലീനിയർ ഡിമാൻഡ് കർവിലെ വിവിധ പോയിന്റുകളിലെ ഇലാസ്റ്റിസിറ്റി കണ്ടെത്താൻ നാം ഉപയോഗിക്കുന്ന ഫോർമുല. എന്താണ്? ഇ ഡി ഈസ് ഈക്വൽ ടു മൈനസ് ബി പി ഡിവൈഡഡ് ബൈ ക്യൂ. ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ക്യൂ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി ആണ്. എങ്കിൽ ഈ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു മൈനസ് ബി പി ഡിവൈഡഡ് ബൈ ക്യൂ എന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എ മൈനസ് ബി പി എന്ന് എഴുതാം. എ മൈനസ് ബി പി. ഓക്കെ. ഇനി ഈ ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് നാം ഒരു ലീനിയർ ഡിമാൻഡ് കർവിലെ വിവിധ പോയിന്റുകളിലുള്ള ഇലാസ്റ്റിസിറ്റി കണ്ടെത്താനായിട്ട് പോകുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്കൊരു ലീനിയർ ഡിമാൻഡ് കർവ് വരച്ചു നോക്കാം. ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവ് വരച്ചിരിക്കുന്നു. ഒരു ലീനിയർ ഡിമാൻഡ് കർവ് അവിടെ വരച്ചിരിക്കുന്നു. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചരിവ് എല്ലാ പോയിന്റിലും എന്താണ്? ഈക്വലാണ്. ഒരു കർവിൻ്റെ ചരിവ് എല്ലാ പോയിന്റിലും ഈക്വൽ ആണ് എന്നാൽ അതിൻ്റെ അർത്ഥം അത് സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്നതാണ്, അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവിൻ്റെ, ഒരു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഓരോ പോയിന്റിലെയും ഇലാസ്റ്റിസിറ്റി കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ഇ ഡി ഈസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു പി ബൈ ക്യൂ എന്നതാണ്, അല്ലേ? ഈ ഇക്വേഷനിലെ മൈനസ് ബി അല്ലെങ്കിൽ നമ്മളുടെ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ചരിവ് ഇവിടെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഏത് പോയിന്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ മൈനസ് ബി കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മളുടെ ഡിമാൻഡ് കർവ് ഒരു ലീനിയർ ഡിമാൻഡ് കർവ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവ് ആണെങ്കിൽ, അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവിൻ്റെ ഓരോ പോയിന്റിലെയും ഇലാസ്റ്റിസിറ്റി വ്യത്യസ്തമായിരിക്കും. കാരണം കോൺസ്റ്റൻറ്റ് വാല്യൂവായ മൈനസ് ബിയെ നാം മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഓരോ പോയിന്റിലെയും പ്രൈസ് ക്വാണ്ടിറ്റി അനുപാതം വിവിധമായിട്ടുള്ള തരത്തിലാണ്. അതായത് ഈ പോയിന്റിലുള്ള ക്വാണ്ടിറ്റി പ്രൈസ് അനുപാതമല്ല മറ്റൊരു പോയിന്റിലുള്ള ക്വാണ്ടിറ്റി പ്രൈസ് റേഷ്യോ. ഈ പോയിന്റിലുള്ള അനുപാതമല്ല ഇവിടെയുള്ള ക്വാണ്ടിറ്റി പ്രൈസ് റേഷ്യോ. എങ്കിൽ ഓരോ പോയിന്റിലെയും പി ബൈ ക്യൂ എന്ന് പറയുന്ന അനുപാതം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പി ബൈ ക്യൂ എന്ന വാല്യൂവിനെ നാം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പല്ലേ ഓരോ പോയിന്റിലും നമുക്ക് വ്യത്യസ്ത വാല്യൂകളായിരിക്കും ലഭിക്കുക, ഇലാസ്റ്റിസിറ്റി ആയിരിക്കും ലഭിക്കുക. ഓക്കെ ആണല്ലോ? ഇനി നോക്കുക, ഒരു ഡിമാൻഡ് കർവിൻ്റെ താഴ്ഭാഗത്തു നിന്നും മുകളിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് പ്രൈസ് കൂടുകയും ക്വാണ്ടിറ്റി കുറയുകയുമാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള പ്രൈസ് അല്ല ഇവിടെ പ്രൈസ് കൂടി, ഇവിടെയുള്ള ക്വാണ്ടിറ്റി അല്ല ഇവിടെ ക്വാണ്ടിറ്റി കുറഞ്ഞു, അല്ലേ? അപ്പോൾ ഒരു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ താഴ്ഭാഗത്തു നിന്നും മുകളിലോട്ട് പോവുകയാണ് എങ്കിൽ നമ്മുടെ പ്രൈസ് ന്യൂമറേറ്റർ ഭാഗം വർദ്ധിക്കുകയും ഡിനോമിനേറ്റർ ഭാഗമായ ക്വാണ്ടിറ്റി കുറയുകയും ചെയ്യും, ഇല്ലേ? എങ്കിൽ ന്യൂമറേറ്റർ വർദ്ധിക്കുകയും താഴെയുള്ള ഡിനോമിനേറ്റർ ക്വാണ്ടിറ്റി കുറയുകയും ചെയ്യുകയാണ് എങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ വർദ്ധിക്കും. ഉയർന്ന വാല്യൂവിനെ കൊണ്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വാല്യൂവും അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റിയും എന്തായിരിക്കും? വർദ്ധിച്ചതായിരിക്കും. അപ്പോൾ ഒരു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ താഴ്ഭാഗത്തു നിന്നും മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ഇലാസ്റ്റിസിറ്റി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഉറപ്പല്ലേ? മനസ്സിലായില്ലേ? നമുക്കിനി
ക്യു ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി ഇക്വേഷൻ പ്രകാരം ഒരു ലീനിയർ ഡിമാൻഡ് കർവ് വരച്ചു നോക്കാം. ഓക്കെ, എന്താ ഇക്വേഷൻ? ക്യു ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി. നമുക്ക് പ്രൈസ് ആക്സിസിലെ ഇൻ്റർസെപ്റ്റ് പോയിന്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഇവിടെ മൈനസ് ബി പി എന്ന പാർട്ട് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി മാറും? പ്ലസ് ബി പി ഈസ് ഈക്വൽ ടു എ. ക്യു മറു സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ക്യു. ഓക്കെ, ഇവിടെ പ്രൈസ് ആക്സിസിലെ ഇൻ്റർസെപ്റ്റ് പോയിന്റിൽ ക്വാണ്ടിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും ഇല്ലേ? എങ്കിൽ നമുക്ക് ബി പി ഈസ് ഈക്വൽ ടു എ മൈനസ് ക്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. അപ്പം നോക്കിക്കോളൂ, ബി പി ഈസ് ഈക്വൽ ടു എന്തായി മാറി? എ ആയിട്ട് മാറി. എങ്കിൽ പി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എ ബി എങ്ങോട്ട് പോകും? താഴോട്ട്. എ ബൈ ബി. എന്ത് 0 ആയിരുന്നപ്പോൾ? ക്വാണ്ടിറ്റി ക്യൂ 0 ആയിരുന്നപ്പോൾ. എങ്കിൽ ക്വാണ്ടിറ്റി 0 ആവുകയാണെങ്കിൽ നമ്മുടെ പ്രൈസ് ഇവിടെ എത്രയായിരിക്കും? എ ബൈ ബി ആയിരിക്കും. മനസ്സിലായല്ലോ? റൈറ്റ്. ഇനി നമുക്ക് ക്വാണ്ടിറ്റി ആക്സിസിലെ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാം. ക്വാണ്ടിറ്റി ആക്സിസിലെ ഇൻ്റർസെപ്റ്റ് പോയിന്റിൽ പ്രൈസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നോക്കിക്കോളൂ, നമ്മളുടെ ഇക്വേഷൻ ക്യു ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. ബി ഇവിടെ എത്രയായിരിക്കും? ഇൻ്റർസെപ്റ്റിൽ 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ ക്യു ഈസ് ഈക്വൽ ടു എ എന്നായി മാറി. കാരണം 0 ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 0. റൈറ്റ്. എങ്കിൽ ക്യു ഈസ് ഈക്വൽ ടു എ ആയി മാറി. പ്രൈസ് 0 ആയിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി എത്രയായിരിക്കും? എ ആയിരിക്കും. പ്രൈസ് 0 ആയിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഇവിടെ എത്രയായിരിക്കും? എ ആയിരിക്കും. റൈറ്റ്. എ ബൈ ബി എന്ന് പറയുന്ന പ്രൈസ് ആക്സിസിലെ ഇൻ്റർസെപ്റ്റ് പോയിന്റും എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആക്സിസിലെ ഇൻ്റർസെപ്റ്റ് പോയിന്റും യോജിപ്പിച്ച് വരയ്ക്കുകയാണ് എങ്കിൽ നമുക്ക് ക്യു ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി എന്ന ഒരു ലീനിയർ ഡിമാൻഡ് കർവ് അവിടെ ലഭിച്ചിരിക്കും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നാം വരച്ചിട്ടുള്ള ക്യു ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി എന്ന ലീനിയർ ഡിമാൻഡ് കർവിലെ വിവിധ പോയിന്റുകളിലെ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. എല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ, നമുക്കറിയാം ക്യു ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി എന്നും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇ ഡി ഈസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു പി ബൈ ക്യു ആണെന്നും അറിയാം. എങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇ ഡി ഈസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു പി മൈനസ് ബി പി ഡിവൈഡഡ് ബൈ ക്യു. ഓക്കെ, അല്ലെങ്കിൽ ഓർ ഇവിടെ ക്യു ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി ആയതുകൊണ്ട് മൈനസ് ബി പി ഡിവൈഡഡ് ബൈ ക്യൂവിന് പകരം എ മൈനസ് ബി പി എന്ന് നമുക്ക് എഴുതാം ഇല്ലേ? നമ്മളുടെ ലീനിയർ ഡിമാൻഡ് കർവിലെ വിവിധ പോയിന്റുകളിലെ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നാം ഉപയോഗപ്പെടുത്തുന്ന ഇക്വേഷനാണ് ഇവ. ഓക്കെ, ഇനി നമുക്ക് നാം വരച്ചിട്ടുള്ള ഡിമാൻഡ് കർവിലെ പ്രൈസ് ആക്സിസിലെ എ ബൈ ബി എന്ന് പറയുന്ന പോയിന്റിലെ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ച് നോക്കുക. എ ബൈ ബി എന്ന് പറയുന്ന പോയിന്റിലെ പ്രൈസ് എത്രമാത്രമുണ്ട്? യെസ്, എ ബൈ ബി ആണ് ഇവിടെ പ്രൈസ്. ക്വാണ്ടിറ്റി എത്രയുണ്ട്? 0 ആണ് എ ബൈ ബി എന്ന് പറയുന്ന പോയിന്റിലെ ക്വാണ്ടിറ്റി. എങ്കിൽ പി ഈസ് ഈക്വൽ ടു എ ബൈ ബി ആണ് അറ്റ് പോയിന്റ് എ ബൈ ബി. ക്യു ഈസ് ഈക്വൽ ടു 0 ആണ് അറ്റ് പോയിന്റ് എ ബൈ ബി ഇല്ലേ? ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എളുപ്പമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇ ഡി ഈസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു പി
എത്ര പി? എ ബൈ ബി ഡിവൈഡഡ് ബൈ ക്യൂ. ക്യൂ എത്രയാണ്? 0. ഓക്കെ, ഇവിടെ ബിയും ബിയും ക്യാൻസൽ ആയിപ്പോയി. കഴിച്ചിവിടെ എന്തേ ഉള്ളൂ? മൈനസ് എ ഡിവൈഡഡ് ബൈ 0 ഈസ് ഈക്വൽ ടു മൈനസ് എ ഡിവൈഡഡ് ബൈ 0. ഏതൊരു വാല്യൂവിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും, അല്ലേ? അനന്തമായിരിക്കും. എങ്കിൽ നമുക്ക് സുനിശ്ചിതമായിട്ടും പറയാം, പോയിന്റ് എ ബൈ ബിയിലെ ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും, അനന്തമായിരിക്കും. വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് ആണ് എങ്കിൽ നാം മറ്റൊരു പേര് വിളിച്ചിരുന്നു, പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. എങ്കിൽ എ ബൈ ബി എന്ന് പറയുന്ന പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ക്വാണ്ടിറ്റി ആക്സിസിലെ ഇൻ്റർസെപ്റ്റ് പോയിൻ്റായ എ എന്ന ബിന്ദുവിലെ ഇലാസ്റ്റിസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ പ്രൈസ് എത്രയാണ്? 0 ആണ്. അറ്റ് പോയിന്റ് എ പി ഈസ് ഈക്വൽ ടു 0. അറ്റ് പോയിന്റ് എ ക്യൂ ഈസ് ഈക്വൽ ടു എ. ക്യൂ ഇവിടെ എത്രയാണ്? എ ആണ്. റൈറ്റ്, ഇനി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇ ഡി ഈസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു പിക്ക് പകരം 0 ഡിവൈഡഡ് ബൈ ക്യൂ ഈസ് ഈക്വൽ ടു എത്രയാണ്? ക്യൂവിന് പകരം എ. റൈറ്റ്, ഇവിടെ ഏതൊരു വാല്യൂവിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈസ് ഈക്വൽ ടു 0 ഡിവൈഡഡ് ബൈ എ. 0യെ ഏതൊരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഉത്തരം എത്രയായിരിക്കും? 0 തന്നെ ആയിരിക്കും. എങ്കിൽ ഉറപ്പിച്ച് പറഞ്ഞോ, ഈ ക്വാണ്ടിറ്റി ആക്സിസിലെ എ എന്ന് പറയുന്ന ഇൻ്റർസെപ്റ്റ് പോയിന്റിൽ നമ്മളുടെ ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ 0 ആണ് എങ്കിൽ നമുക്കറിയാം ദാറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, അല്ലേ? സോ അറ്റ് ദി intercept point of the quantity axis, the elasticity will be perfectly inelastic. Right? Well, ഇനി എല്ലാവരും ഗ്രാഫ് പേപ്പർ എടുത്ത് വയ്ക്കുക. എന്നിട്ട് എക്സ് അക്ഷത്തിൽ 0 മുതൽ 1, 2 അങ്ങനെ 8 വരെ അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി വൈ ആക്സിസിൽ ഇവിടെ 1, 2 അങ്ങനെ 10 വരെ അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി 10, 8 എന്ന് പറയുന്ന ഈ പോയിന്റുകളെ കൂട്ടി യോജിപ്പിക്കുക. കഴിഞ്ഞില്ലേ? ഇനി ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റ് വരെയുള്ള ദൂരം അളന്നതിന് ശേഷം അതിൻ്റെ പകുതി ഭാഗം കണ്ടെത്തുക. കണ്ടെത്തിയല്ലോ? ഓക്കെ, ഒരു പോയിന്റ് കിട്ടിക്കാണും. റൈറ്റ്, ഈ പോയിന്റിൽ നിന്നും നേരെ എക്സ് ആക്സിസിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, വരച്ചല്ലോ? നിങ്ങൾക്ക് 4 ആയിരിക്കും അവിടെ കിട്ടിയിട്ടുണ്ടാവുക. ശരിയാണോ? ഓക്കെ അല്ലേ? റൈറ്റ്, ഈ പോയിന്റിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വൈ ആക്സിസിലേക്ക് വരയ്ക്കുക. നിങ്ങൾക്ക് 5 ആയിരിക്കും അവിടെ കിട്ടിയിട്ടുണ്ടാവുക. ശരിയല്ലേ? ഓക്കെ, റൈറ്റ്. അത്ഭുതമൊന്നുമില്ല. ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ മധ്യബിന്ദുവിൽ നിന്നും എക്സ് ആക്സിസിലേക്കും
വൈ ആക്സിസിലേക്കും നാം സ്ട്രെച്ച് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ, ഒരു നേർരേഖ വരയ്ക്കുകയാണ് എങ്കിൽ ഈ ലെങ്ത്തിൻ്റെ പകുതിയിൽ വന്ന് അത് അവസാനിക്കും. ഈ ലെങ്ത്തിൻ്റെ പകുതിയിൽ വന്ന് വൈ ആക്സിസിലും അവസാനിക്കും. ഓക്കെ, റൈറ്റ്. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ലൈൻ ഈ പോയിന്റിലേക്ക് 6ലേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. 10ൽ നിന്നും 6ലേക്ക്. ഓക്കെ, 10ൽ നിന്നും 6ലേക്ക് നിങ്ങൾ ദൂരം അളന്നോളൂ. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ മിഡ് പോയിന്റിൽ നിന്നും വൈ ആക്സിസിലേക്ക് നീട്ടിയിട്ടുണ്ടെങ്കിൽ 5 ആയിരിക്കും അല്ലേ? യെസ്, നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഈ ഭാഗം 10ൻ്റെ പകുതിയായ 5ൽ വന്ന് അത് അവസാനിക്കും. റൈറ്റ്. നിങ്ങൾ ഈ പോയിന്റിൽ നിന്നും നിങ്ങളുടെ എക്സ് ആക്സിസിലേക്ക് വരച്ചോളൂ. ഇതിൻ്റെ പകുതിയായ 6ൻ്റെ പകുതിയായ 3 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും എത്തിയിരിക്കുന്നത്. ശരിയാണല്ലോ? റൈറ്റ്. ഇനി Q = A - BP പ്രകാരം നാം വരച്ചിട്ടുള്ള A/B A എന്ന ഡിമാൻഡ് കർവിൻ്റെ മിഡിൽ പോയിന്റ് മധ്യബിന്ദു കാണുക. കണ്ടോ? ഇവിടെ ഒരു പോയിന്റ് കിട്ടിക്കാണും. യെസ്, ഈ പോയിന്റിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് എക്സ് ആക്സിസിലേക്ക് യോജിപ്പിക്കുക. അതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചുകൊണ്ട് വൈ ആക്സിസിലേക്കും യോജിപ്പിക്കുക. കഴിഞ്ഞല്ലോ? ഇനി നോക്കിക്കോളൂ, 10ൻ്റെ പകുതി കാണണമെങ്കിൽ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പോരെ? 10 × 1 10/2 = 5. റൈറ്റ്. 8ൻ്റെ പകുതി കാണണമെങ്കിലോ? യെസ്, 8 × ½ 8/2 = 4. എങ്കിൽ A/Bയുടെ ഹാഫ് കാണണമെങ്കിലോ? യെസ്, ഇൻറ്റു 1/2 = A × 1 A ഡിവൈഡഡ് ബൈ B × 2 2B. എങ്കിൽ ഇവിടെ A/2B ആയിരിക്കും മിഡ് പോയിന്റ് അല്ലേ? യെസ്. ഇനി OAയുടെ മിഡ് പോയിന്റ് നമുക്ക് കാണണം. എത്രയായിരിക്കും? A × 1/2 = A ഡിവൈഡഡ് ബൈ 2. ഓക്കെ, എങ്കിൽ ഇവിടെ എത്രയാണ്? A ഡിവൈഡഡ് ബൈ 2. യെസ്. ഇനി നമുക്ക് ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ മിഡ് പോയിന്റിലുള്ള ഇലാസ്റ്റിസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ED = എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മിഡ് പോയിന്റിൽ പ്രൈസ് എത്രയാണ്? A/2B. P = A/2B. മിഡ് പോയിന്റിൽ QO A/2. Q = A/2. ഇനി ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ED = -B ഇൻറ്റു പിക്ക് പകരം A/2B ഡിവൈഡഡ് ബൈ ക്യൂവിന് പകരം A/2. റൈറ്റ്. ഇവിടെ B എന്നിവ ക്യാൻസലായിപ്പോയി. കഴിച്ച് -A/2 ഡിവൈഡഡ് ബൈ A/2. യെസ്, -A/2 ഡിവൈഡഡ് ബൈ A/2 which is equal to -1. റൈറ്റ്. ഇലാസ്റ്റിസിറ്റി നാം ആബ്സല്യൂട്ട് വാല്യൂവിൽ പറയുന്നത് കൊണ്ട് ആബ്സല്യൂട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് ദ മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു 1. സോ ED at the midpoint of a linear demand curve will be always 1. Right. നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലീനിയർ ഡിമാൻഡ് കർവിലെ ഓരോ പോയിന്റിലും ഇലാസ്റ്റിസിറ്റി വ്യത്യസ്തമായിരിക്കും. കാരണം P/Q റേഷ്യോ ഓരോ പോയിന്റിലും വ്യത്യസ്തമായതുകൊണ്ട്. ഇല്ലേ? ഇവിടെ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ക്വാണ്ടിറ്റി ആക്സിസായ A എന്ന് പറയുന്ന ഇൻ്റർസെപ്റ്റ് പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും.
ഈ എ എന്ന് പറയുന്ന ഇൻ്റർസെപ്റ്റ് പോയിന്റിൽ ഒരു ചെറിയ ഒരു അണുകിട മാറ്റം വന്നാൽ ഇത് ഇൻ്റർസെപ്റ്റ് പോയിന്റ് ആകുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇൻ്റർസെപ്റ്റ് പോയിന്റ് ആണ് എങ്കിൽ ഇലാസ്റ്റിസിറ്റി 0 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ലീനിയർ ഡിമാൻഡ് കർവിലെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് പോയിന്റിൽ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ആൾവേസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ പ്രൈസ് ആക്സിസിലുള്ള ഇൻ്റർസെപ്റ്റ് പോയിൻ്റായ എ ബൈ ബി എന്ന പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഈ പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ഒരു നേരിയ വ്യത്യാസം, ഒരു സ്ലൈറ്റസ്റ്റ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇൻ്റർസെപ്റ്റ് പോയിന്റ് ആയിട്ട് മാറുന്നുണ്ട്? ഇല്ലല്ലോ, ഇല്ല. ഇൻ്റർസെപ്റ്റ് പോയിന്റ് ആണ് എങ്കിൽ നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഇവിടെ ഇൻഫിനിറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും അല്ലേ? ഇവിടെയും ഇലാസ്റ്റിസിറ്റി എന്ത് തന്നെയായിരിക്കും? കോൺസ്റ്റൻറ്റ് ആയിരിക്കും. ഏത് ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് പോയിന്റ് എടുത്ത് പരിശോധിച്ചാലും. ഓക്കെ, ഇനി നമ്മുടെ മിഡ് പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും? 1 ആയിരിക്കും. ഒരു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ പോയിന്റ് മാത്രമാണ്. ഈ ഒരു ഒറ്റ പോയിന്റിൽ നിന്നും കുറച്ചൊന്ന് തെന്നി താഴോട്ട് മാറിയാലും കുറച്ചൊന്ന് തെന്നി മേലോട്ട് മാറിയാലും മിഡ് പോയിന്റ് ആവുമോ? ഇല്ലല്ലോ. എങ്കിൽ മിഡ് പോയിന്റ് ആണ് എങ്കിൽ അവിടെ ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും? 1 ആയിരിക്കും. എങ്കിൽ at the midpoint of a linear demand curve, elasticity always will be equal to 1. So at the midpoint, the value of elasticity will be a constant value. Right. ഇനി നാം നേരത്തെ പറഞ്ഞു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ താഴെ നിന്നും മുകളിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ പ്രൈസ് കൂടുകയും ക്വാണ്ടിറ്റി കുറയുകയുമാണ്. ന്യൂമറേറ്റർ വർദ്ധിക്കുകയും ഡിനോമിനേറ്റർ കുറയുകയുമാണ് ചെയ്യുന്നത്. എങ്കിൽ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി താഴെ നിന്നും മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് കൂടി 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 വരും ഇല്ലേ? അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് പോയിൻ്റായ എ എന്ന് പറയുന്ന പോയിന്റിൽ 0 ആണ്. ഇവിടുന്ന് കൂടി 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 മിഡ് പോയിന്റിൽ 1 കൂടി 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 എവിടെ എത്തി? ഇൻഫിനിറ്റിൽ എത്തി നാം. ഓക്കെ, എങ്കിൽ നമുക്ക് ഉറപ്പാണ് 0യുടെയും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റായ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെയും ഇവിടെ മിഡ് പോയിന്റിൻ്റെയും ഇടയിലുള്ള ഈ ഒരു റീജിയൺ, ഇതിനെ ഇക്കണോമിക്സിൽ റബ്ബർ ബാൻഡ് റീജിയൺ എന്നാ പറയുക. ഇവിടെ ഓരോ പോയിന്റിലെയും ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഏതിനേക്കാൾ കുറവായിരിക്കും? 1 കുറവായിരിക്കും. ഏതിനേക്കാൾ കൂടുതലായിരിക്കും? 0 കൂടുതലായിരിക്കും അല്ലേ? അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഇ ഡി ഈസ് ഈക്വൽ ടു <1 ആയിരിക്കും നമ്മുടെ മിഡ് പോയിന്റിൻ്റെ താഴേക്ക് ഈ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൻ്റെ മുകളിലേക്കുള്ള ഈ ഒരു റീജിയണിൽ. റൈറ്റ്. അങ്ങനെ ഇലാസ്റ്റിസിറ്റി 0യിൽ നിന്ന് കൂടി കൂടി 1 എത്തി. ഇവിടുന്ന് മുകളിലോട്ട് പോകുമ്പോൾ കൂടി 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 അവസാനം എന്താവും? ഇൻഫിനിറ്റ് ആവും ഇല്ലേ? എങ്കിൽ മിഡ് പോയിന്റിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം, വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൻ്റെ താഴോട്ടുള്ള ഭാഗത്ത് ഇലാസ്റ്റിസിറ്റി എന്തായാലും 1ൽ കൂടുതലായിരിക്കും, ഇൻഫിനിറ്റിനേക്കാളും കുറവും ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ഈ ഡി ഈസ് ഈക്വൽ ടു greater than 1 in between vertical intercept point and midpoint of the linear demand curve. ഓക്കെ, പരീക്ഷയ്ക്ക് പൊതുവേ ഒരു ലീനിയർ ഡിമാൻഡ് കർവ് വരച്ചിട്ട് ഇലാസ്റ്റിസിറ്റി അടയാളപ്പെടുത്താനായിരിക്കും ചോദിക്കുക. ഡ്രോ എ ലീനിയർ ഡിമാൻഡ് കർവ് ആൻഡ് മാർക്ക് ഡിഫറെൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓൺ ഇറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഇലാസ്റ്റിസിറ്റിയെ കാണിക്കുന്ന ഡയഗ്രം വരയ്ക്കുക. ഇവിടെ ക്വാണ്ടിറ്റി എന്നും ഇവിടെ പ്രൈസ് എന്നും എഴുതുക. ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് പോയിന്റിൽ ഇ ഡി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതുക.
മിഡ് പോയിന്റിൽ ഇ ഡി ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതുക. വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ ഇ ഡി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് എഴുതുക. മിഡ് പോയിൻറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇ ഡി ഈസ് ഈക്വൽ ടു ലെസ് ദെൻ 1 എന്ന് എഴുതുക. മിഡ് പോയിൻറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇ ഡി ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദെൻ 1 എന്ന് എഴുതുക. ഓക്കെ, ആകെ 1 2 3 4 5 ഇത്രയും ഇലാസ്റ്റിസിറ്റി നിങ്ങൾ അവിടെ കാണിച്ചിരിക്കണം. ഓക്കെ, നാം ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് 1-2 ക്ലാസ്സുകളിലായിട്ട് ഈ പാഠം പൂർത്തീകരിക്കണം. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.